വെൽക്കം ടു നിസാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് ഇതുപോലെ ചെറുതായി നുറുക്കിയത്, പിന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, ഒരു 6 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 2 വറ്റൽമുളക്, 6 ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പില, 1 സ്പൂൺ കടുക്, ഒരു 1/4 സ്പൂൺ ജീരകം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഓയിൽ, ഉപ്പ്. ഇനി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ചക്കക്കുരു വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് രണ്ടായിട്ട് കീറി ഇതിലേക്ക് ഇടണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് ഒരു പകുതി ഇതിലേക്ക് ചേർക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിക്കണം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചക്കക്കുരു ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അധികം വെന്ത് കുഴഞ്ഞു പോകാതെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിലോട്ട് ഞാനൊരു 1/4 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ തേങ്ങ ഞാൻ ഇതുപോലെ തരിതരിപ്പായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതെല്ലാം എണ്ണയിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ വിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ തരിതരിപ്പായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കണം. തേങ്ങ ചേർക്കുമ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഇട്ട ശേഷം ചക്കക്കുരു കൊണ്ട് ഒന്ന് കവർ ചെയ്യണം. ഈ തേങ്ങ നമുക്കിനി ഒന്ന് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതിൻ്റെ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് മാറാനായിട്ടാണ്. ഒന്ന് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ വിട്ട് മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ചക്കക്കുരു തോരൻ തയ്യാറായി കഴിഞ്ഞു. ചക്കക്കുരു കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്